അതുകൊണ്ട് 2024 ലോക്സഭയിൽ ഉണ്ടാക്കിയ വലിയ നേട്ടം നിയമസഭയിലും സാധാരണയായി കിട്ടിക്കോളും എന്നുള്ള കണക്കുകൂട്ടലൊന്നും ആർക്കും വേണ്ട. അതൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം മുഴുവൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മണ്ഡലമാണ് തൃശൂർ മണ്ഡലം. രാഷ്ട്രീയ നിരീക്ഷകരും പാർട്ടി പ്രവർത്തകരും സാധാരണ വോട്ടർമാരും ഉറ്റുനോക്കുന്ന ഈ മണ്ഡലത്തിൽ എല്ലാവരും ഒരേപോലെ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഇത്തവണ UDF അതിന്റെ പഴയ കോട്ടയായിരുന്ന തൃശ്ശൂര് തിരിച്ചു പിടിക്കും എന്നുള്ളത്. ഇത് വെറുതെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ആവേശത്തിന്റെ പുറത്ത് നമ്മൾ പറയുന്നതല്ല. വോട്ടെടുപ്പിന് ശേഷമുള്ള കണക്കുകൾ, മണ്ഡലത്തിന്റെ ചരിത്രം, നിലവിലെ രാഷ്ട്രീയ അന്തരീക്ഷം, സ്ഥാനാർത്ഥികളുടെ സ്വഭാവം, പ്രാദേശിക വികാരം ഇവയെല്ലാം ചേർന്നിട്ടുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മിക്ക ആളുകളും ഇത്തരത്തിലുള്ള ഒരു വിശ്വാസം, അതായത് തൃശൂർ എന്ന പഴയ UDFന്റെ കോട്ട UDF തിരിച്ചു വരുമെന്നുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നത്. ചരിത്രപരമായി തന്നെ തൃശൂർ മണ്ഡലം കോൺഗ്രസിന്റെ ഒരു ഉറച്ച കോട്ടയാണ്. 1991 മുതൽ ഏകദേശം 2011 വരെ തുടർച്ചയായി 5 തവണയാണ് കോൺഗ്രസ് ജനപ്രതിനിധികളെ ഈ മണ്ഡലത്തിൽ നിന്ന് തൃശൂർക്കാർ തെരഞ്ഞെടുത്തത്. തൃശൂരിന്റെ രാഷ്ട്രീയ സംസ്കാരം എന്നും വ്യക്തിബന്ധത്തിനും വിശ്വാസത്തിനുമായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നത്. ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടുള്ള അധിക ആളുകളുടെയും ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവർക്ക് പൊതുജനങ്ങളുമായി വലിയ രീതിയിലുള്ള ഹൃദയബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പൊതുവെ തൃശൂർ ജില്ലയിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ജനകീയരായതുകൊണ്ട് തന്നെ തൃശൂർ മണ്ഡലത്തിലെ ഏറ്റവും വലിയ സ്വാഭാവികമായിട്ടുള്ള ഏറ്റവും വലിയ ശക്തിയായിരുന്നു 2011 വരെ കോൺഗ്രസ് പാർട്ടി. 2021 നടന്ന കേരള നിയമസഭാ ഇലക്ഷനിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന P. ബാലചന്ദ്രൻ ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചത് കേവലം 946 വോട്ടുകൾക്ക് മാത്രമാണ്. തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ രീതിയിലുള്ള ഒരു ജനവിധിയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മറിച്ച് ഇതൊരു വളരെ ചെറിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിന്റെ വ്യത്യാസം മാത്രമാണ് ഈ ചെറിയ വിജയം 2021 തൃശ്ശൂരിൽ നമ്മൾ കണ്ടത്. അതിനേക്കാൾ പ്രാധാന്യമുള്ള കാര്യം എന്താ പറയുക, 2016 2021 ഇടയ്ക്ക് ഈ കാലയളവുകളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത് മറ്റൊന്നുമല്ല, തൃശൂർ മണ്ഡലത്തിൽ LDF വളരെ അധികം ജനങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വോട്ടിങ്ങിലുള്ള കുറവും ഈ 5 വർഷത്തിനിടയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു 10 വർഷത്തിനിടയ്ക്ക് തൃശൂർ മണ്ഡലത്തിൽ LDFന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം LDFൽ ഈ സീറ്റിൽ പതിവായി മത്സരിക്കുന്നത്, ഈ അടുത്ത കാലത്തായിട്ട് പതിവായിട്ട് മത്സരിക്കുന്നത് CPI എന്ന LDFന്റെ ഘടകകക്ഷിയാണ്. 2016 ഈ മണ്ഡലത്തിൽ മത്സരിച്ച ഇടതുപക്ഷം MLAക്ക് ആകെ ലഭിച്ചത് 53,664 വോട്ടുകളായിരുന്നു. അതായത് ഏകദേശം 42.19%. എന്നാൽ 2021 ഈ വോട്ട് 44,261 എന്ന രീതിയിൽ വലിയ രീതിയിൽ ചുരുങ്ങി. അതായത് ശതമാന കണക്ക് നോക്കുമ്പോൾ 34.25% വോട്ട് മാത്രമാണ്. അതായത് ഏകദേശം 9,401 വോട്ടിന്റെ കുറവ്, ഏതാണ്ട് 7.94% വോട്ടിന്റെ കുറവ്. ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു കുറവ് തന്നെയാണ് ജനങ്ങൾക്ക് ഇടതുപക്ഷത്തിന്, തൃശൂർ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഇടതുപക്ഷത്തിന് വിശ്വാസമില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്ര വലിയൊരു ഡിഫറൻസ് കേവലം 5 വർഷത്തിനിടയ്ക്ക് തൃശൂർ സംഭവിച്ചതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം 2016 UDF തൃശൂരിൽ നിന്ന് നേടിയത് 46,667 വോട്ടാണ്. അതായത് 36.70%. 2021 ഇത് 43,317 ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അതായത് ഏകദേശം 33.52%. കൃത്യമായി പറഞ്ഞാൽ കേവലം 5 വർഷത്തിനിടെ കേവലം 0.18% കുറവ് മാത്രമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തൃശൂർ ജില്ലയിൽ ഈ 5 വർഷത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. അതായത് ഇക്കണക്ക് പറയുന്നത് UDFന്റെ അടിസ്ഥാന വോട്ട് ബാങ്ക് എങ്ങും ചിതറിപ്പോയിട്ടില്ല, ഇപ്പോഴും തൃശ്ശൂരിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ട് എന്ന് തന്നെയാണ്. അതേസമയം BJPയുടെ വളർച്ച തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധേയമായ ഒരു വളർച്ച തന്നെ തൃശ്ശൂർ BJPക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. 2016 24,748 വോട്ടും, അതായത് 19.24% വോട്ട് ഷെയർ. എന്നാൽ 2021 ഈ വോട്ട് ഷെയർ തൃശ്ശൂരിൽ BJPക്ക് ലഭിച്ച വോട്ട് എന്ന് പറയുന്നത് 40,734 വോട്ടായിരുന്നു. അതായത് 31.30%. 2021 തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചത് ഇന്നത്തെ തൃശ്ശൂർ MP കൂടിയായ സുരേഷ് ഗോപി ആയിരുന്നു. 2021 ഏകദേശം BJP ഈ മണ്ഡലത്തിൽ വർദ്ധിപ്പിച്ചത് ഏകദേശം 15,000-ഓളം വോട്ടാണ്. അതായത് 11.09% വോട്ട് ഷെയറിംഗ് ആണ്
BJP 5 വർഷം കൊണ്ട് തൃശൂർ മണ്ഡലത്തിൽ നിന്ന് നേടിയെടുത്തത്. BJPക്കുള്ള ഈ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ LDFിൽ നിന്നുള്ള വോട്ട് ചോർച്ചയാണ് എന്നാണ് പ്രമുഖ നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത്. UDFന്റെ കോർ വോട്ട് ബാങ്ക് വലിയ രീതിയിൽ തകരാത്തത് ഇതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ 2026 അതായത് ഇപ്രാവശ്യം നടന്നിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് കേവലം ഒരു തെരഞ്ഞെടുപ്പ് മാത്രമല്ല. തൃശൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യത്തിൽ LDFിൽ നിരാശരായ ജനങ്ങളുടെ വോട്ട് എങ്ങോട്ട് തിരിയും എന്നാണ് തൃശൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ഇവിടെയാണ് UDFന്റെ വിജയ സാധ്യത നമുക്ക് പരിഗണിക്കാവുന്നത്. തീർച്ചയായിട്ടും LDFിൽ നിരാശരായ LDFുകാർ പോലും ഇത്തവണ തൃശൂരിൽ UDFിനൊപ്പം മാനസികമായി ചേർന്നിട്ടുണ്ട് എന്നാണ് ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഒരു മാനസിക ചേർന്ന് നിൽക്കൽ തന്നെയാണ് തൃശൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് തിരിച്ചു പിടിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണം. UDF സ്ഥാനാർത്ഥിയായ രാജൻ പള്ളന്റെ ജനകീയതയാണ് ഈ തെരഞ്ഞെടുപ്പിലെ UDFിന്റെ ഏറ്റവും വലിയ ശക്തി. തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ ജനങ്ങളുമായി, സാധാരണ നാട്ടുകാരുമായി അദ്ദേഹം ഇടപെടുന്ന അദ്ദേഹത്തിന്റെ ശൈലി, പ്രശ്നങ്ങൾ കേൾക്കാനുള്ള സമീപനം, പൊതുസമ്മേളനത്തെ ആളുകളെ അഭിസംബോധന ചെയ്യുന്നതിനേക്കാൾ മണ്ഡലത്തിലെ ഓരോ വോട്ടറുമായും, മണ്ഡലത്തിലെ ഓരോ വീടുമായും അദ്ദേഹം പുലർത്തുന്ന ആത്മാർത്ഥമായ ബന്ധം, ഇത്തരം സമീപനങ്ങളൊക്കെ തൃശൂരിൽ രാജൻ പള്ളനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനാർത്ഥി എന്ന നിലക്കല്ല, നമ്മുടെ സ്വന്തം ആള് എന്ന നിലയ്ക്കാണ് തൃശൂരിലെ വോട്ടർമാർ അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുള്ളത്. തൃശൂരിൽ നിലവിൽ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്നതും ഈ പേരാണ്. വിളിച്ചാൽ പിളിപ്പുറത്തുള്ള ഒരാള്. പലപ്പോഴും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇത്തരം മാനസികമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടല്ലോ, അത് വലിയ രീതിയിൽ വോട്ടായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തികളുടെ വിശ്വാസ്യത എന്നത് ഒരു നിർണായക ഘടകമാണ്. തൃശൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രാജൻ പള്ളന് ആ ഘടകം തീർച്ചയായിട്ടും ഉണ്ട്. സ്വാഭാവികമായിട്ടും തൃശൂർക്കാർ തെരഞ്ഞെടുക്കാൻ പോകുന്നത് രാജൻ പള്ളനെ തന്നെ ആയിരിക്കും എന്നതിന് ഏറ്റവും മികച്ച ഉദാഹരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന ശൈലി തന്നെയാണ്. LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആലങ്കോട് ലീലാകൃഷ്ണൻ ഭൗതിക ലോകത്തൊക്കെ അംഗീകാരം നേടിയ വ്യക്തിയാണ്. കവി, സാഹിത്യകാരൻ എന്നീ നിലയിലൊക്കെ വലിയ രീതിയിലുള്ള അംഗീകാരങ്ങളും അദ്ദേഹം വാരിക്കൂട്ടിയിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് ഇത്തരം ഭൗതിക അറിവുകളോ ഭൗതിക വിഷയങ്ങളിലുള്ള സാഹിത്യ നിരീക്ഷണങ്ങളോ മാത്രമല്ല, ജനങ്ങളുടെ നിത്യപ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടുന്ന, പാർട്ടി തലത്തിൽ പോലും ബന്ധങ്ങൾ പുലർത്തുന്ന, പൊതുജനങ്ങൾക്കിടയിൽ സ്ഥിര സാന്നിധ്യമുള്ള ഒരു നേതാവിനെ ആയിരിക്കും പലപ്പോഴും ജനങ്ങൾ അന്വേഷിക്കുന്നത്. ഇവിടെയാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന LDF സ്ഥാനാർത്ഥി പരാജയമായി മാറുന്നതും. ഭൗതിക ലോകത്തെ നേട്ടങ്ങൾക്കുമപ്പുറം ജനകീയത എന്ന നിർണായക ഘടകം കൊണ്ട് രാജൻ പള്ളത്ത് മുന്നിട്ട് നിൽക്കുന്നതും ഇവിടെ തന്നെയാണ്. BJPക്ക് വേണ്ടി തൃശൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് പത്മജ വേണുഗോപാലാണ്. പത്മജ വേണുഗോപാലിനെ നമുക്കെല്ലാം അറിയാം. കരുണാകരൻ എന്ന ലീഡർ കരുണാകരന്റെ മകളാണ്. അത്തരത്തിലൊക്കെ നമുക്കെല്ലാം അറിയുന്ന ഒരാളാണ്. പക്ഷെ തൃശ്ശൂരിലെ രാഷ്ട്രീയ സാഹചര്യം വേറെയാണ്. പഴയ കോൺഗ്രസ് വികാരം ഇളക്കി മറിച്ച് UDFന്റെ വോട്ടിനെ ഭിന്നിപ്പിച്ച് നേടാമെന്നുള്ള വ്യാമോഹമൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വെറുതെയാണ്. പതിവിലും വിപരീതമായി കേരളത്തിലുടനീളം നിലവിൽ UDF എന്ന സംവിധാനം വളരെ സ്ട്രോങ് ആണ്. കോൺഗ്രസ് എന്ന പാർട്ടി സംവിധാനവും വലിയ രീതിയിലുള്ള ഐക്യമുണ്ട്. അതുകൊണ്ട് തന്നെ UDF വോട്ട് ബാങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വിള്ളൽ ഉണ്ടാക്കാമെന്നുള്ള മോഹമൊക്കെ ഏതെങ്കിലും സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടെങ്കിൽ, അതുവഴി തൃശ്ശൂരിൽ ജയിച്ചു കയറാമെന്നുള്ള അതിമോഹമൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുന്നതാവും നല്ലത് എന്നാണ് വ്യക്തിപരമായിട്ടുള്ള നിരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. 2024 തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ചത് കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതൊരു സത്യമാണ്. എന്നാൽ ലോകസഭയുടെയും നിയമസഭയുടെയും പൊളിറ്റിക്കൽ പാറ്റേൺ ഒന്നല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ലോക്സഭയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിത്വവും ദേശീയ ചർച്ചകളും കൂടുതൽ സ്വാധീനവും പൊതുജനങ്ങൾക്കിടയിൽ ചർച്ചയുമാകുമ്പോൾ, നിയമസഭയെ സംബന്ധിച്ചിടത്തോളം പ്രാദേശിക പ്രശ്നങ്ങളും എത്രത്തോളം MLA അവൈലബിൾ ആവുന്നുണ്ട് എന്നുള്ള വിഷയങ്ങളും ബൂത്ത് തല സംഘടനാ പ്രവർത്തനങ്ങളും കൂടുതൽ ശക്തമാണ്. അത്തരമൊരു കണക്ക് വെച്ച് നോക്കുമ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവ് എന്നല്ല, ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് 2024 ലോക്സഭയിൽ ഉണ്ടാക്കിയ വലിയ നേട്ടം നിയമസഭയിലും സാധാരണയായി കിട്ടിക്കോളും എന്നുള്ള കണക്കുകൂട്ടലൊന്നും ആർക്കും വേണ്ട. അതൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം കക്ഷിയായി തുടരാൻ തന്നെയാണ് 99% സാധ്യത എന്നുള്ളതാണ് ഒരു വസ്തുത. മാത്രമല്ല, തൃശൂർ സീറ്റിൽ കോൺഗ്രസ് തിരിച്ചുപിടിക്കുമെന്ന് നമ്മൾ പറയുന്നതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. 2025
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ UDFന്റെ മികച്ച പ്രകടനം, UDFന്റെ വാർഡ് തല പ്രവർത്തനങ്ങളും ബൂത്ത് തല ഏകോപനങ്ങളും പ്രാദേശിക നേതൃത്വങ്ങളുടെ ഐക്യവും, ഇത്തരം കാര്യങ്ങളെല്ലാം UDFന്റെ സംഘടനാ അടിത്തറ തൃശൂരിൽ വളരെയധികം ശക്തിപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായതാണ്. നിലവിലെ സാഹചര്യത്തിൽ നിന്ന് പരിശോധിക്കുമ്പോൾ 2025 ലോക്കൽ ബോഡി ഇലക്ഷനിൽ കണ്ട ഈ ഒരു ഐക്യവും ഈ ഒരു പ്രവർത്തനവും 2026 തൃശൂരിൽ കോൺഗ്രസ് തിരിച്ചു പിടിക്കാൻ പോകുന്നതിന്റെ ഒരു ട്രെയിലർ മാത്രമാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. തൃശ്ശൂർക്കാർ നോക്കുന്നത് ഭൗതിക തലത്തിലുള്ള ഒരു നേതാവിനെയല്ല, ഏത് പ്രതിസന്ധിയിലും തൃശ്ശൂരിലെ വോട്ടർമാരെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് തൃശൂർക്കാർ തേടുന്നത്. ആ വിശ്വാസം രാജൻ പള്ളി നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ശക്തമായി രൂപപ്പെടുകയാണ് എന്നാണ് ഗ്രാസ് റൂട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. LDFനെതിരെയുള്ള ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം, BJPയുടെ പരിമിതി, UDFന്റെ മുൻപെങ്ങും കാണാത്ത രീതിയിലുള്ള ഐക്യം, ഈ മൂന്ന് സാധ്യതകളും ഒന്നിക്കുന്നിടത്താണ് തൃശൂർ വീണ്ടും UDFന്റെ കോട്ടയാക്കി മാറ്റുമെന്ന് ആത്മവിശ്വാസത്തോടെ UDFക്കാർക്ക് പറയാൻ സാധിക്കുന്നത്. UDFന്റെ കൈകളിലേക്ക് തൃശൂർ മടങ്ങുന്ന ദിവസം അത് ഒരു ചരിത്രത്തിന്റെ ആവർത്തനം കൂടിയായിരിക്കും. തൃശൂർ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പോടെ UDFന്റെ ശക്തമായ കോട്ടയായിട്ട് തിരിച്ചു വരികയാണ്. ആ കോട്ട ഇനി മുതൽ എന്നും ഭദ്രമായിരിക്കും എന്ന് തന്നെയാണ് തൃശൂരിലെ രാഷ്ട്രീയ കാറ്റ് ഇതിനോടകം നമുക്ക് നൽകുന്ന സൂചനയും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു.